മോഷണം നടത്തി ജീവിക്കേണ്ട ഒരു മനുഷ്യനല്ല. അദ്ദേഹത്തിന് ക്ഷേത്രത്തിലെ ആഭരണം എടുത്ത് വിറ്റുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയുള്ള ആളല്ല. അമ്പലത്തിൽ തന്നെയാണ് ഏതാണ്ട് 25,000 രൂപ ശമ്പളവും പിന്നെ ബാക്കി ദക്ഷിണ എല്ലാം കൂടെ എങ്ങനെ കൂട്ടിയാലും കുറഞ്ഞ പക്ഷേ 50,000 രൂപയ്ക്ക് മേളിൽ വരുമാനമുള്ള ഒരു വ്യക്തിയാണ്. ഈ പൈസ എവിടെ പോയെന്നുള്ള കാര്യം ഇതുവരെ അവിടെ വീട്ടുകാർക്കോ ആർക്കും അറിയത്തില്ല. ഒരുപാട് ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ട്. കാര്യം ഇയാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് സാധിക്കത്തില്ല എന്ന് 100% നമ്മൾ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച ശേഷം മുക്കുപണ്ടം പകരമായി വെച്ച ക്ഷേത്രം മേൽശാന്തി അറസ്റ്റിൽ. ആലപ്പുഴ ജില്ലയിലെ മാന്നാർ, കുട്ടമ്പേരൂർ, കുന്നത്തൂർ ദുർഗാദേവി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ടുള്ള കുട്ടമ്പേരൂർ ഇളമൺ മഠം രാധാകൃഷ്ണൻ നമ്പൂതിരിയാണ് പോലീസിൻ്റെ പിടിയിലായത്. മാന്നാർ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മാലയും 2 ലോക്കറ്റുകളുമാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയത്. ഇതിൽ മാല താൻ വിറ്റതായും ലോക്കറ്റുകൾ പണയം വെച്ചു എന്നുമാണ് ഈ ക്ഷേത്ര മേൽശാന്തി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ പ്രതിയായിട്ടുള്ള മേൽശാന്തിയെ കോടതി റിമാൻഡ് ചെയ്തു. നമ്മൾ ഭക്തജന സമിതിയുടെ പേരിൽ നമ്മളൊരു പരാതി കൊടുത്തായിരുന്നു ക്ഷേത്രം റിസീവർക്ക്. ഇപ്പോൾ ക്ഷേത്രം റിസീവർ എന്ന് പറയുന്നത് ചെങ്ങന്നൂർ സബ് കോടതി നിയമിച്ച റിസീവറാണ് ഇപ്പോൾ ഉള്ളത്, ഔദ്യോഗിക റിസീവറാണ് ഉള്ളത്. അപ്പം പുള്ളിക്കാരിക്ക് നമ്മൾ ഭക്തജന സമിതി പരാതി കൊടുത്തായിരുന്നു. പുള്ളിയെ ഇപ്പോൾ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം പുള്ളിയെ തന്ത്രി നിയമിച്ചതല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോടതിയുടെ അനുവാദം റിസീവർ വാങ്ങി 18-ാം തീയതി ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ ശനിയാഴ്ച ഹാൻഡ് ഓവർ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് റിസീവർ ഇതെല്ലാം അകത്തെ തിരുവാഭരണം മുഴുവൻ പരിശോധിക്കുന്നതിനായിട്ട് വിളിച്ചു വരുത്തിയത്. ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇത് മുക്കുപണ്ടമാണെന്നുള്ള കാര്യം അറിയുന്നത്. അപ്രൈസറെ കൊണ്ടുവന്നത് പരിശോധിക്കുക എടുക്കുകയെല്ലാം ചെയ്തതാണ്. അങ്ങനെയാണത് ബോധ്യപ്പെട്ടത്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി ഇത് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുകയും പോലീസ് വരികയും പോലീസ് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം അയാൾ എടുത്തതാണെന്നാണ് അയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പോലീസിൻ്റെ അടുത്ത്. അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ റിമാൻഡ് ചെയ്തതായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നഷ്ടപ്പെട്ടേക്കുന്ന ഒരു മാലയാണ്, അതായത് 3 പവനോളം വരും, ഒരു മാലയും 2 താലിയും അടക്കം. അതിനകത്ത് ഒരു മുക്കുപണ്ടം, അതായത് അതിന് പകരമുള്ളൊരു ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവച്ചിട്ടാണ് ഇയാൾ ഈ സാധനം എടുത്ത് മാറ്റിയേക്കുന്നത്. അപ്പം നമുക്ക് മെയിൻലി ഇതിനകത്തുണ്ടായ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യം അത്യാവശ്യം ജീവിത ചുറ്റുപാടുകളുള്ള ഒരു മനുഷ്യനാണ് പുള്ളി, ഒരു പെൻഷനറാണെന്നാണ് നമ്മുടെ അറിവ്. ഇപ്പോൾ അമ്പലത്തിൽ തന്നെയാണ് ഏതാണ്ട് 25,000 രൂപ ശമ്പളവും പിന്നെ ബാക്കി ദക്ഷിണ എല്ലാം കൂടെ എങ്ങനെ കൂട്ടിയാലും 19,000 രൂപയ്ക്ക് മേളിലെങ്കിലും കുറഞ്ഞ പക്ഷേ 50,000 രൂപയ്ക്ക് മേളിൽ വരുമാനമുള്ള ഒരു വ്യക്തിയാണ്. വീട്ടിലും നല്ല ചുറ്റുപാട്, അല്ല മക്കളും ഒക്കെ നല്ല ഉദ്യോഗസ്ഥർ, എല്ലാം നല്ല ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരാളാണ്. സത്യത്തിൽ പുള്ളിക്ക് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളൊരു ആ ചിന്തയിലാണ് നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്കൊരു സംശയത്തിനിട വന്നത്. അപ്പോൾ ആ സംശയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ ഭക്തജന സമിതി ഒരു പെറ്റീഷൻ ഓൾറെഡി മാന്നാർ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം പുള്ളിയെ അറസ്റ്റ് ചെയ്ത FIR ഇട്ടതിനകത്ത് തന്നെ നമ്മുടെ പരാതിയും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനൊരു കാര്യം അതിന് സംശയം തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യൻ മേൽശാന്തി ഇവിടെ ചാർജ് എടുക്കുന്നതിന് മുമ്പും ഈ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഇതിന് മുമ്പ് ഒരു 1.5 മാസ കാലത്തേക്ക് വേറൊരു മേൽശാന്തിയെ നിയമിച്ചായിരുന്നു. അയാളും ഇതുപോലെ തന്നെ ഇവിടുന്ന് ഈ സ്വർണം എടുത്തുകൊണ്ട് പോവുകയുണ്ടായി. അത് രാത്രി, അന്നത്തെ ഭരണസമിതി രാത്രി അയാളെ പോയി കണ്ട് അമ്പലത്തിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയി ആ പണയം തിരിച്ചെടുക്കുമായിരുന്നു സ്വർണം. എന്നിട്ട് അന്ന് വന്ന മേൽശാന്തിയുടെ വില കൂടി ഒരു കാർ ഉണ്ടായിരുന്നു, ഒരു ഹോണ്ട സിറ്റി കാർ ഏതാണ്ട് 1.5 മാസ കാലത്തോളം അമ്പലത്തിൻ്റെ ദേവസ്വത്തിൻ്റെ വടക്കേപ്പുറത്ത് ആനയുടെ ചങ്ങലയിട്ട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഫോട്ടോയും നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ലാസ്റ്റിൽ അയാൾ ആ പൈസ തിരിച്ചടച്ചതിന് ശേഷം അയാൾക്ക് ആ വണ്ടി കൊടുത്തു വിടുകയും അതിനുശേഷം ആ സമയത്താണ് അയാൾ പോയ ആ ഒരു കാലയളവ്, ആ ഒരു ഗ്യാപ്പിലാണ് ഇദ്ദേഹം ഇവിടെ ജോലിക്ക് കയറുന്നത്. ദേവിയുടെ ഈ തിരുവാഭരണം, ഈ പറഞ്ഞ മാല എന്ന് പറയുന്നത് മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന ഒരു വലിപ്പത്തിലുള്ളതോ അല്ലെങ്കിൽ ആ ഒരു കാര്യം, താലിക്ക് തന്നെ ഏകദേശം ഒരു 1.5 ഇഞ്ചിന് മേളിൽ വലിപ്പമുള്ള താലിയാണുള്ളത്. അപ്പോൾ 2 താലിക്ക് ഏകദേശം ആ വലിപ്പം തന്നെ ഉള്ളത്. അപ്പോൾ ഇത് ഒരു ഭക്തൻ പണിയിപ്പിച്ച്, ഗൾഫിൽ നിന്ന് വന്നൊരു ഭക്തൻ പണിയിപ്പിച്ച് ദേവിക്ക് സമർപ്പിച്ച സാധനമാണ്. അപ്പോൾ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓർണമെൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനം അതിന് പകരം ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് വയ്ക്കുക എന്നൊക്കെ പറയുന്ന പുള്ളിയെ കൊണ്ട് ഒറ്റയ്ക്ക്, ഈ ഇപ്പോൾ പിടിക്കപ്പെട്ട മേൽശാന്തിയെ കൊണ്ട് ഒരിക്കലും ഇത് ഒറ്റയ്ക്ക് ഒരു സാധനം ഉണ്ടാക്കി ക്ഷേത്രത്തിൽ വെക്കാൻ പറ്റും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പുള്ളി പറയുന്നത് വിറ്റു എന്ന് പറയുന്നുണ്ട്, താലി പണയം വെച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേഴ്സിൽ നിന്ന് തന്നെ പോലീസിന് പണയം വെച്ചതിൻ്റെ രസീത് കിട്ടിയിട്ടുണ്ട്. പിന്നെ പൈസ എവിടെ പോയി, ഇത് എങ്ങനെ വിനിയോഗിച്ചു, എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഇയാളത് പണയം വെച്ച്, എന്താണ് ഇദ്ദേഹത്തിൻ്റെ മോട്ടീവ്, അതായത് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ പിടിക്കപ്പെട്ടപ്പോൾ സ്വന്തമായിട്ട് കാര്യം. അതുപോലെ തന്നെ പോലീസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇയാളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് തുരുതുരാ കോളുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ ദിവസം, അതായത് കഴിഞ്ഞ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷക്കാലത്തെ ഇദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും PayTM ആണെങ്കിലും അടക്കം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കണം. ഇയാളുടെ ഫോൺ കോളുകളും കാര്യങ്ങളും പരിശോധിക്കപ്പെടേണ്ടതാണ്. നമ്മളത് വ്യക്തമായിട്ട് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസിനോട്. ഇന്നലെ ഞാനത് ജില്ലാ സൂപ്രണ്ടിനും പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഈ തിരുമേനിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇദ്ദേഹത്തിന് ക്ഷേത്രത്തിലെ ആഭരണം എടുത്ത് വിറ്റുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയുള്ള ആളല്ല. അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണ്. 25,000 രൂപയും മുകളിൽ പെൻഷൻ കിട്ടുന്ന ആളാണ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് 25,000 രൂപ ശമ്പളമുണ്ട്. അതുകൂടാതെ ഒരു
25,000 30,000 രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം എങ്ങനെയായാലും ദക്ഷിണ ഇനത്തിൽ കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ, ആ തരത്തിൽ മോഷണം നടത്തി ജീവിക്കേണ്ട ഒരു മനുഷ്യനല്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ്, ഇതിൻ്റെ മോട്ടീവ് എന്താണ്, ഇങ്ങനെ ഒരു ചെയ്യാനുള്ള കാരണം, ഇതിൻ്റെ പിന്നിൽ ആരാണ്, എന്താണ്, ഈ പൈസ എവിടെ പോയി, ഈ പൈസ എവിടെ പോയെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഈ മോഷണം നടത്തിയതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. മോഷ്ടിച്ചെന്നുള്ള കാര്യം സത്യസന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് രസീത് കിട്ടി, പണയം വെച്ച് രസീത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പൈസ എവിടെ പോയെന്നുള്ള കാര്യം ഇതുവരെ അയാളുടെ വൈഫിനോ അയാളുടെ വീട്ടുകാർക്കോ ആർക്കും അറിയത്തില്ല. പുള്ളിയുടെ വൈഫ് അന്ന് അമ്പലത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് 1 രൂപ പോലും എൻ്റെ വീട്ടിൽ കൊണ്ടുവരികയോ ഞങ്ങൾക്ക് തരികയോ ചെയ്തിട്ടില്ല. അപ്പം കൃത്യമായിട്ട് അത് അന്വേഷിക്കേണ്ടതാണ്. ഈ പൈസ എവിടെ പോയി, അപ്പോൾ ഈ ആർക്ക് വേണ്ടിയാണ് ഇത് മൂട്ടിച്ചത്, ആർക്ക് വേണ്ടി എടുത്ത് തിരിച്ചു മറിച്ച് വെച്ചതാണോ അതും കണ്ടുപിടിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതിൽ നല്ല ശക്തമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഭക്തജന സമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിരിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. മൂന്ന് വർഷക്കാലമായി ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്ന രാധാകൃഷ്ണൻ നമ്പൂതിരി തന്നെയാണ് ദേവിയുടെ തിരുവാഭരണം മോഷ്ടിച്ചത്. ഈ സംഭവത്തിൽ മറ്റു ചില ആളുകൾക്ക് കൂടി പങ്കുണ്ട് എന്ന് സംശയിക്കുന്നതായാണ് ഭക്തജന സമിതി പറയുന്നത്. ഇതിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഭക്തജന സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. ആലപ്പുഴ മാന്നാറിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് NK അനിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.